നമസ്കാരം. ഞാനിന്ന് പറയാൻ പോണത് ഒരു മഹാമാരണം ഒഴിഞ്ഞു പോയതിൻ്റെ കഥയാണ്. എൻ്റെ അവിടെ അടുത്ത് തന്നെ എൻ്റെ ഒരു കുടുംബം തന്നെ പറയാം. അപ്പോൾ അവിടേക്ക് തന്നെ ഒരു പൂജയാണ്, അവിടേക്ക് വരുമുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. തലേ ദിവസം എന്നെയല്ല അമ്മേനെ വിളിച്ച് വിവരം പറഞ്ഞു, ഒരു പൂജ ഉണ്ട്, അപ്പോൾ അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചെന്നു. അവിടേക്ക് 6 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു. ഞാൻ 7 മണിയായി എത്തി വെക്കുമ്പോൾ അപ്പോൾ ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കരിങ്കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ മുന്നേ അവിടെ ഒരാളുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞിരുന്നത് അത് ഉത്തമത്തിലാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം മരിച്ചുപോയി, ഒരു സ്ത്രീ, അവർ മരിച്ചുപോയി. ഇനിയിപ്പോൾ അവർക്ക് തെറ്റിയതാണോ അതോ എനിക്ക് തെറ്റിയതാണോ എന്നറിയില്ല. അവിടെ ചെന്ന് നോക്കുമ്പോൾ ചോരയൊക്കെ പാർന്ന് കോഴിനെ അറവൊക്കെ കഴിഞ്ഞ് ചോരക്കുരുതിയൊക്കെ കൊടുത്ത് ഒക്കെ ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. ഈ പൂജ നടക്കുന്ന സ്ഥലം എനിക്കറിയില്ല. ഇപ്പോൾ എന്തായാലും നല്ലത്, ഒരു വഴിക്ക് പോകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടുത്തെ എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ തന്നെ വന്നു. കാരണം ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം. ഞാൻ താമസിക്കുന്ന ഈ നാട്ടുകാരനല്ല, ഞാൻ അവിടെ വളരേണ്ട ആളാണ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര വലിയ പരിപാടിയാണ്. വിചാരിച്ചമാരെയല്ല, ഒരു വട്ടതിരിപ്പാട്, പിന്നെ കുറച്ച് വേറെ തിരുമേനിമാർ, ഒരു 6 ആൾ ഇരുന്നിട്ടുള്ള ഹോമങ്ങളാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഹോമകുണ്ടം അങ്ങനെ ജ്വലിക്കുന്നു. അത്യാവശ്യം വേണ്ടപ്പെട്ട കുടുംബക്കാർ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നു. അവർക്ക് അവിടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണ്. അവർ തലേദിവസം വന്നു വലിയ പന്തലൊക്കെ ഇട്ടു. പരിപാടി, ഉഷാർ പരിപാടിയാണ്. അപ്പോൾ ഞാനവിടെ ചെന്നിട്ട് 7 മണിയാകുമ്പോൾ അവിടേക്ക് എത്തി. അവിടെ ഇരുന്നു. അത്യാവശ്യം ചുറ്റുപാടുള്ളവരും അവിടുത്തെ നാട്ടുപ്രമാണിമാരും ഒക്കെ ഉണ്ട്, ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു പരിപാടി നടക്കല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ. അപ്പോൾ ഇത് അവിടെ നടത്തുന്നതിൻ്റെ മുന്നേക്കെ ഞാൻ എൻ്റെ വീട്ടിൽ അറിഞ്ഞു, എന്നോട് പറയണതിൻ്റെ മുന്നേക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഇത് ബാധിക്കുന്നുണ്ട് ഈ സംഗതി. എൻ്റെ വീട്ടിനെയും എൻ്റെ ആൾക്കാരെയൊക്കെ ഇത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സാധനമാണ്, അതിഭീകരമായത്. കാര്യം ഞാൻ നിസ്സാരമായിട്ട് പറഞ്ഞുതരാം. ചെന്ന് നോക്കുമ്പോൾ അധികമൊന്നുമില്ല. അവരുടെ മന്ത്രജപത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അവർ അഘോര ഹോമവും സുദർശന ഹോമവും അത് രണ്ടും ഞാൻ ചെന്നതിന് ശേഷം നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ അത്യാവശ്യം അറിയാലോ, അറിയുന്നവർക്ക് എന്താവും കാരണങ്ങൾ, എന്താ സംഗതികൾ എന്നൊക്കെ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ബാംഗ്ലൂർ പോയി സെറ്റിലാക്കിയ ഒരു കുടുംബം ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. ഇവിടുന്ന് പോയിട്ട് അവരും വന്നു. അതായത് എല്ലാവരും ഇവിടെ മലങ്ങിയിട്ട് തന്നെയാണ്, മനസ്സിലായില്ലേ? എല്ലാവരും അതിനെ കൊണ്ടാണ് മലങ്ങിയിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ചെന്നിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അവരോടൊന്നും മുടക്കാനൊന്നും പോണ ആളൊന്നുമല്ല. നമ്മൾ അവിടെ ഇരുന്നു. അപ്പോൾ ഇതേമാതിരി നമ്മുടെ വീട്ടിലേക്ക് തലേ ദിവസം ഞാൻ ഇവിടുന്ന് പോണതിൻ്റെ മുന്നേ ഒരു ലേശം ബുദ്ധിമുട്ടായിട്ട് വന്നിരുന്നു. അപ്പോൾ ഞാനും ഇവിടെ പുറത്ത് എനിക്ക് ചെറിയൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് പിടിച്ച് കെട്ടിയിടാനൊക്കെ ഓക്കെ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസമൊക്കെ നമുക്ക് ഏത് വിധത്തിലുള്ളതാണെങ്കിലും വീട്ടിൽ നിർത്താം. പിന്നെ രാവിലെ പോകുമ്പോൾ അറക്കാൻ തന്നെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ കൊല്ലാൻ തന്നെ കൊണ്ടുപോവുക, അങ്ങനെ പറയാമല്ലോ. അല്ലെങ്കിൽ നശിപ്പിക്കാൻ തന്നെ കൊണ്ടുപോവുക. അപ്പോൾ കൂടെ കൂട്ടിയാണ് പോവുക ചെയ്യൽ. ഞാൻ രാവിലെ പോകുമ്പോൾ ഒരു 4 കിലോമീറ്റർ, ഇനി 4 ഇല്ലെങ്കിൽ ഒരു 3.5 കിലോമീറ്ററിൽ നടക്കേണ്ട വരും ഏകദേശം. കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലങ്ങളും ക്ഷേത്രങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. ക്ഷേത്രങ്ങളുടെ നടുവിലാണ് പോയിരിക്കുന്നത്. പക്ഷേ ഇത് അവരാരുടെ വീടിനെ അവരാരുടെ വീട്ടുകാരെയും ബാധിച്ചു കഴിഞ്ഞാൽ അതിന് ക്ഷേത്രത്തിൽ പോയി നിലവിളിച്ചിട്ട് കാര്യമില്ല. ഹോമങ്ങൾ ചെയ്യേണ്ടതിന് ഹോമങ്ങൾ ചെയ്യുന്നേ വേണം. അതിനിപ്പോൾ അതിൻ്റേതായ ആൾക്കാരെന്നെ വന്ന് ചെയ്യണം, മനസ്സിലായില്ലേ? അല്ല ഞാൻ എൻ്റെ വീട്ടിൽ എനിക്കൊരു പരിധിയൊക്കെ ഉണ്ട് ചെയ്യണേന്. ഞാൻ എൻ്റെ തലയും എൻ്റെ വീട്ടിൽ താമസിക്കുന്നവരുടെ കാര്യങ്ങൾ എനിക്ക് നോക്കണ്ടുള്ളൂ. അതൊന്നും തൽക്കാലം പോവില്ല. അതല്ലാതെ ഇപ്പോൾ അവർ വന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണം. പട്ടാമ്പിയുള്ളൊരു ടീമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ അടുത്തൊന്നുമല്ല, വളാഞ്ചേരിയുള്ളൊരു പണിക്കർ, അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ വിളിച്ചു വന്നിട്ട് കാര്യങ്ങളൊക്കെ ശരിയായോ നോക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് തൃപ്തിയായി. അവരെന്നോടും ചോദിച്ചു, മുനിക്ക് തൃപ്തിയായോ? മുനിക്ക് തൃപ്തിയായി. അവരവിടെ ഇരുന്ന് ഹോമങ്ങൾ ചെയ്യുമ്പോൾ ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ആകെ തട്ടലും മുട്ടലും
അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ചെമ്പും ചിരക്കും ഒക്കെ വലിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മേത്തുനിന്ന് ചോര പൊട്ടണമെന്നുണ്ടെങ്കിൽ നടക്കുമ്പോൾ ഒന്ന് കണ്ണ് തെറ്റിയാലും മതി. അപ്പോൾ അവിടെ ഇവിടെയും തട്ടണം മുട്ടണം അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ വീഴണം അതൊക്കെ ഉണ്ട്. അപ്പോൾ ലേശം അവരും ഇടങ്ങറായിരുന്നു. അപ്പോൾ സംഗതിയൊക്കെ ഏകദേശം ശാന്തമായി, പരിപാടികളൊക്കെ കഴിഞ്ഞു, ക്ലിയറായി എന്ന് തോന്നി നോക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. പിന്നെ ഭക്ഷണത്തിനൊക്കെ വിളിച്ചേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒരു സ്ത്രീ, എനിക്ക് പരിചയം കൂടി ഇല്ല അവരെ, ഇവിടെ ഇരിക്കുക അങ്ങനെ പോകാൻ പറ്റുന്നില്ല ഇവിടെ നിന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നില്ല. ഞാൻ അവിടെ യജ്ഞം ഹോമങ്ങളും ചെയ്തിരുന്ന അദ്ദേഹത്തിനോട് പറഞ്ഞു, അതെ ഞാൻ പോകാണ്ട് തിരുമേനി, ഞാൻ പുറത്ത് പോയിരിക്കട്ടെ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ ആ സഭയിൽ പോയിരിക്കുമ്പോൾ അവിടുത്തെ ഒരു തറവാട്ടുകാരനവരുണ്ട്. അയാൾ എൻ്റെ അടുത്ത് വന്നു ഇരുന്നു കുറച്ച് നേരം, 2.5 മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നു. ഞാനും എനിക്കറിയാവുന്ന തരത്തിലുള്ള മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് അവിടെ ഇരുന്നു. പേരും നാളും ഒക്കെ എഴുതി കൊടുത്തു. ഈ വീട്ടിലുള്ളവരുടെയും എൻ്റെയും അത്യാവശ്യം എൻ്റെ വീട്ടിലത്തെ ആൾക്കാരുടെയൊക്കെ പേരും നാളും ഞാൻ എഴുതി കൊടുത്തു, എൻ്റെ എഴുതി കൊടുത്തു. അപ്പോൾ ആ പേരൊക്കെ അവിടെ പതിഞ്ഞിട്ടുണ്ടാവും. അത് മതി നമുക്ക്. അതിലേക്കും വലിയ ഒരു വരപ്രസാദമൊന്നും ആരുടെയും വേണ്ട, മനസ്സിലായില്ലേ? അതിലും വലിയൊരു വരപ്രസാദമൊന്നും ആരുടെയും വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ കാര്യങ്ങൾ ക്ലിയറായി എന്നിങ്ങോട്ട് തോന്നിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എണീറ്റ് പോന്നിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം സഭാസായനമാന്ന് പറഞ്ഞ മാതിരി നമ്മളെ ആഭാസമാവാൻ ചെല്ലൊന്നുമില്ല. അത്യാവശ്യം സഭയിൽ എങ്ങനെ ചെല്ലേണ്ടത്, സഭയിൽ എങ്ങനെ ഇരിക്കേണ്ടത്, എങ്ങനെ ബഹുമാനിക്കേണ്ടതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിന് മുന്നേ അവിടെയുള്ളൊരു ഒരു മുസ്ലിം സാധുവാണ്, അത്ര വലിയ പ്രമാണിയൊന്നുമല്ല, ഒരു സാധു എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം കൂടി ശ്രദ്ധിക്കണം. അയാളും എനിക്ക് സ്വപ്ന ദർശനം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്വപ്ന ദർശനം എന്ന് പറഞ്ഞാൽ അതിഭീകരമായൊരു ദർശനമാണ്. കാണാൻ ആളൊരു സാധുവാണ്, 5 പൈസയ്ക്ക് വില ഉണ്ടാവില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭീകര രൂപമാണ്. മുഖത്ത് നിറച്ച് ചോരയിട്ട് നിൽക്കുന്ന രൂപത്തിലാണ് ആളെനിക്ക് ദർശനം തന്നത്. പല്ല്, മുഖം, തല, ഒരു മനുഷ്യനാണ്. അവരിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അവർക്ക് അറിയണ്ടാവും ഞാൻ ആരെ ഉദ്ദേശിച്ചതെന്ന്. ഞാനും അയാളമാരെ ഒരാൾ തന്നെ, അല്ല പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഞാനും അയാളായിട്ട് നല്ല പരിചയമുള്ള ആൾ തന്നെ. അപ്പോൾ അങ്ങനത്തെയൊക്കെ മേഖലയാണ് നമ്മളുടെ. അപ്പോൾ അവരൊക്കെ അത്യാവശ്യം നമുക്കൊരു വിലയും വീര്യമൊക്കെ അവിടെ തരുന്നുണ്ട്. അത് മതി. അതുതന്നെ ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമാണ്. സ്വാമി ശരണം.